ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടൈപ്പ് ഫംഗ്ഷനാണ്. ഇറ്റ്സ് കോൾഡ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ, ഈ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിൽ ഒരു വലിയ ഫോഴ്സ്, ഒരു ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കേസുകളിലൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഒരു ഫംഗ്ഷൻ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എയ്റോപ്ലെയിനിൻ്റെ ക്രാഷ് ലാൻഡിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലൊക്കെ ആയിരിക്കും ആ ഒരു ലാൻഡിങ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വലിയ ലാർജ് ഫോഴ്സാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെയുള്ള ഒരു ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിൽ ഒരു വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ വരുന്ന കേസുകളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് വേറെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ടേമിൽ ആണ് നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ നൊട്ടേഷൻ നമ്മൾ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്നാണ് സാധാരണ നൊട്ടേറ്റ് ചെയ്യാറ്. അപ്പോൾ ആദ്യം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു ഫംഗ്ഷന് നമ്മളതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ. ഈ എപ്സൈലോൺ എന്ന് പറയുന്ന നൊട്ടേഷൻ നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ. അപ്പോൾ ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം, അതായത് സം എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയുള്ള ടൈം ഇൻ്റർവെല്ലിൽ ആ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ 1/ε എടുക്കും. അല്ലാത്ത എല്ലാ പോയിൻറ്റിലും 0. അതായത് എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയുള്ള ആ ഒരു ടൈം, ആ ഭാഗത്ത് മാത്രം ഫംഗ്ഷന് വാല്യൂ ഉണ്ട്, അത് 1/ε ആണ്. മറ്റെല്ലായിടത്തും, അതായത് ടൈം എയേക്കാൾ കുറവോ അല്ലെങ്കിൽ എ പ്ലസ് എപ്സൈലോണിനേക്കാളും വലുതോ ആയാൽ അവിടെയൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 0. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചാൽ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ടൈമും വൈ ആക്സിസിൽ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എയും ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഇവിടെ ഈ ഒരു ടൈം എക്സ് ആക്സിസിൽ നമ്മൾ സപ്പോസ് ഇതാണ് എ എന്ന് വയ്ക്കുക, ഇവിടെ ഇതാണ് എ പ്ലസ് എപ്സൈലോൺ എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 1/ε ആണ്. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ്, സപ്പോസ് വൈ ആക്സിസിൽ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ 1/ε എങ്കിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയുള്ളിടത്ത് 1/ε എന്നുള്ള ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലേ? ഇവിടെ ഇതിന് ഈ ഒരു 1/ε നേരെയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ. അല്ലാത്തടത്തെല്ലാം 0. ഓക്കെ, അപ്പോൾ അതായത് എ പ്ലസ് എപ്സൈലോണിൻ്റെ അപ്പുറവും എയുടെ ഇപ്പുറമായിട്ട് വരുന്ന ഭാഗത്തൊക്കെ 0. ബാക്കി ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു 1/ε. ഇങ്ങനെ വരുന്ന ഒരു ഷേപ്പായിരിക്കും നമ്മുടെ ഗ്രാഫ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കാണുക? നമുക്കറിയാം ഈ ഒരു എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്ര വന്നു? ഈ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത് എപ്സൈലോൺ, അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ആ വരച്ചിരുന്ന, ഇപ്പോൾ ഇതാണ് 1/ε എങ്കിൽ നമുക്കറിയാം അപ്പോൾ ലെങ്ത് എപ്സൈലോൺ ആണ്. ഇതിൻ്റെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 1/ε, അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് ഇത് 1/ε ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ എപ്സൈലോൺ ഇൻറ്റു 1/ε വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഏരിയ, ഈ ഒരു ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ അടിയിൽ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഏരിയ എപ്പോഴും 1 യൂണിറ്റ് ആയിരിക്കും. നമുക്കറിയാം ഒരു ഗ്രാഫ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സ്പേസിൻ്റെ ആ ഒരു പ്ലെയിൻ റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഇൻ്റഗ്രലാണ്, അല്ലേ? നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിച്ചപ്പോൾ അതിൻ്റെ ജിയോമെട്രിക്കൽ മീനിങ് പറഞ്ഞതാണ്. ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആ ഒരു കർവിൻ്റെ അടിയിലുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ആ ഒരു ഫംഗ്ഷൻ്റെ
ഗ്രാഫിനടിയിലുള്ള ഏരിയ എപ്പോഴും 1 ആണ്. ദാറ്റ് മീൻസ് ദ ഇൻറ്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻ ദാറ്റ് ഇൻ്റർവൽ, അതായത് എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയുള്ള ആ ഒരു ഇൻ്റർവൽ. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം എ ടു എ പ്ലസ് എപ്സൈലോൺ ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ ഡി ടി വിൽ ബി ഓൾവേസ് 1. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് ഡിഫൈൻ ചെയ്തു. കാരണം ഈ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇനി നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിലാണ് അല്ലേ. അപ്പോൾ ടൈം ഇൻ്റർവെൽ വളരെ ഷോർട്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇവിടെ നമുക്ക് എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർവെൽ. അപ്പോൾ ഈ എപ്സൈലോൺ വളരെ ചെറുതാവുമ്പം എന്തായി? ആ ഒരു ഇൻ്റർവെൽ വളരെ ചെറുതാവും അല്ലേ. എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയുള്ളതെന്ന് പറയുന്ന ആ എപ്സൈലോണിൻ്റെ വാല്യൂ നമ്മൾ വളരെ ചെറുതാവുമ്പോൾ ആ ഒരു ടൈം ഇൻ്റർവെൽ വളരെ ചെറുതായി. അപ്പോൾ എന്ത് വരും? എപ്സൈലോൺ ചെറുതാവുമ്പം പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1/ε ആണ് അല്ലേ. അപ്പോൾ എപ്സൈലോൺ വളരെ ചെറുതാവുമ്പോൾ 1/ε എന്താണ് സംഭവിക്കുക? എപ്സൈലോൺ ചെറുതാവുന്നതിനനുസരിച്ച് 1/ε വലുതാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എത്രത്തോളം എപ്സൈലോൺ ചെറുതാവുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/ε ഇങ്ങനെ വലുതായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഇൻ്റർവൽ വളരെ വളരെ ചെറുതാവുന്നതിനനുസരിച്ച് ആ ഒരു ഫംഗ്ഷൻ ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എന്നുള്ളത് ഇൻഫിനിറ്റിയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് എപ്സൈലോൺ 0യിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് 1/ε എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു വലിയ ഫോഴ്സാണ് അവിടെ കിട്ടുക അല്ലേ. എപ്സൈലോൺ ഇങ്ങനെ ചെറുതാവുമ്പോൾ 1/ε ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ, അതിൽ എപ്സൈലോൺ വളരെ ചെറുതാവുന്ന കേസ് അല്ലേ. അതായത് നമ്മൾ എന്താ സാധാരണ അതിന് പറയാറ്? ലിമിറ്റ് അല്ലേ. ലിമിറ്റ് എപ്സൈലോൺ ടെൻസ് ടു 0 ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ, അതാണ് നമ്മുടെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓഫ് എപ്സൈലോൺ ടെൻസ് ടു 0 ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ ആൻഡ് വിച്ച് വിൽ ബി ടി ഈക്വൽ ടു എ ആവുന്ന കേസിൽ എന്ത് വരും? അത് ഇൻഫിനിറ്റി ആവും അല്ലേ. ടിയും എയും ഈക്വൽ ആയാൽ, അതായത് ആ എപ്സൈലോൺ എന്ന് പറയുന്നത് അപ്പോൾ 0 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോവും. അതല്ലാത്ത ടി നോട്ട് ഈക്വൽ ടു എ എന്നുള്ള കേസിലൊക്കെ അത് 0യുമായിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ. ഓക്കെ, പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് ഗ്രാഫിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു ഏരിയ എപ്പോഴും 1 ആയിരിക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു കണ്ടീഷനും കൂടെ അതിന് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ടി മൈനസ് എ വിൽ ബി 1. അപ്പോൾ ഈ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ അത് ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പാർട്ട്, അതായത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റിംഗ് കേസ്, ലിമിറ്റ് ആസ് എപ്സൈലോൺ ടെൻസ് ടു 0 ഓഫ് ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ. ഓക്കെ, അപ്പോൾ ആദ്യം ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലിമിറ്റിംഗ് കേസ് ആയിട്ടുള്ള ഈ ഒരു ഇത്രയും പോർഷൻ, ഈ ഒരു കണ്ടീഷൻ അതിൽ വിട്ടുപോകരുത്. ഇൻ്റഗ്രൽ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഡി ടി 1 ആവുന്ന കേസ്, ആ ഒരു കണ്ടീഷനും കൂടെ വേണം. അപ്പം ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ ആദ്യം ഡെൽറ്റ എപ്സൈലോൺ ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലിമിറ്റിംഗ് കേസ് വെച്ചിട്ട് ഈ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യുക കേട്ടോ. ഇനി ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ അത് കാണാൻ ഈ ഉള്ള മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഡെഫിനിഷനിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ആദ്യം ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ ആണ് ഡിഫൈൻ ചെയ്തത്. അത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ലിമിറ്റായിട്ടാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, അതായത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ആദ്യം കാണുന്നത്. ഓക്കെ, നമുക്കറിയാം എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി
dt. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുമ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഈ ഒരു ഫംഗ്ഷന് വാല്യൂ ആകെ ഉള്ളത് എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയുള്ള ഇൻ്റർവെല്ലിലാണ്. ബാക്കി എല്ലായിടത്തും 0 അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെയുള്ള ഇൻ്റഗ്രൽ എടുത്താൽ മതി. പിന്നെ ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഇവിടുത്തെ എഫ് ഓഫ് ടിയുടെ വാല്യൂ 1/ε ആണ്. 1/ε dt. 1/ε കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കാം. പിന്നെ ഇ റൈസ് ടു മൈനസ് എസ് ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് വരും. അതിൻ്റെ ലിമിറ്റ് എ തൊട്ട് എ പ്ലസ് എപ്സൈലോൺ വരെ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 1/ε ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു എ പ്ലസ് എപ്സൈലോൺ ബൈ എസ്. അപ്പോൾ ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് കാണേണ്ടത് അതിൻ്റെ ലിമിറ്റിൻ്റെതാണ് അല്ലേ. അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ കിട്ടുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സൈലോൺ ടെൻസ് ടു 0 ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എ. ഇപ്പോൾ ഡെൽറ്റ എപ്സൈലോൺ ഓഫ് ടി മൈനസ് എക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മളിവിടെ ജസ്റ്റ് ലിമിറ്റ് എപ്സൈലോൺ ടെൻസ് ടു 0 ഈ ഒരു മുകളിൽ കിട്ടിയിരിക്കുന്ന ഇതിനകത്ത് ഇ റൈസ് ടു മൈനസ് എ എസ് അത് കോൺസ്റ്റൻ്റ് ഉണ്ട്, അത് പുറത്തെടുത്ത് അതുപോലെ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന എസ് അതും പുറത്തെടുത്ത് എഴുതിയതാണിത് കേട്ടോ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് എപ്സൈലോൺ, പിന്നെ ബ്രാക്കറ്റിനകത്ത് ബാക്കി എന്താ വരുന്നത് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് എപ്സൈലോൺ. ഓക്കെ, ജസ്റ്റ് ഈ സംഭവം തന്നെയാണ് ഇതിനകത്ത് ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് പുറത്തെടുത്തു, അതിനുശേഷം എഴുതിയതാണിത്. ഓക്കെ, ഇനി ഇ റൈസ് ടു മൈനസ് എ എസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് ലിമിറ്റിൽ നിന്ന് പുറത്തെടുത്തു. ഓക്കെ, ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു നമ്മൾ ലിമിറ്റിംഗ് കേസ് എപ്സൈലോൺ ടെൻസ് ടു 0 നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 ലിമിറ്റ് എപ്സൈലോൺ ടെൻസ് ടു 0 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് എപ്സൈലോൺ ബൈ എസ് ഇൻറ്റു എപ്സൈലോൺ എന്ന് വരും. വേണമെങ്കിൽ ഈ എസ്സും പുറത്തെടുക്കാം കേട്ടോ. എസ് വേണമെങ്കിൽ ഈ എസ് ഇവിടേക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ബൈ എസ് എന്ന് വരും. അപ്പോൾ ഇനി ന്യൂമറേറ്റർ നോക്കൂ. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് എപ്സൈലോൺ ആണ്. ഡിനോമിനേറ്ററിലും എസ് എപ്സൈലോൺ ആണ് ഉള്ളത്. അവിടെ എപ്സൈലോൺ ടെൻസ് ടു 0. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് എപ്സൈലോൺ ടെൻസ് ടു 0 എന്നുള്ളത് എപ്സൈലോണിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ന്യൂമറേറ്റർ എന്ത് വരും 1 മൈനസ് ഇ റൈസ് ടു 0, അതായത് 1 മൈനസ് 1, അപ്പോൾ 0 എന്ന് വരും. ഡിനോമിനേറ്ററിലും എപ്സൈലോണിന് 0 കൊടുത്താൽ 0 എന്ന്, അതായത് 0/0 ഫോമിൽ വരും അല്ലേ. നിങ്ങൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എപ്സൈലോണിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0/0 ഫോം വരും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ പഠിച്ചതാണ്, ലിമിറ്റ് കാണുമ്പോൾ 0/0 ഫോം വന്നാൽ നമ്മൾ ലോപിതാൽസ് റൂൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. എന്തായിരുന്നു, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ എപ്സൈലോൺ ആണ് നമ്മുടെ വേരിയബിൾ. എപ്സൈലോൺ ടെൻസ് ടു 0 അല്ലേ എടുക്കുന്നത്. അപ്പോൾ എപ്സൈലോണിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എപ്സൈലോണിലാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും, 1ന് ഡെറിവേറ്റീവ് 0 ആണ്. ദെൻ മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് എപ്സൈലോണിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഇ റൈസ് ടു മൈനസ് എസ് എപ്സൈലോൺ ഇൻറ്റു എസ് വരും അല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിലൊരു എസ് ഉണ്ട്, ആ എസ്സുമായിട്ട് ക്യാൻസലായിട്ട് പോവും. പിന്നെ ഡിനോമിനേറ്ററിലുള്ള എപ്സൈലോണിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1ഉം വരും. ഓക്കെ, അതായത് ഇ റൈസ് ടു മൈനസ് എസ് എപ്സൈലോൺ ഇൻറ്റു എസ് എന്ന് മുകളിലും വരും, താഴെ എസ് ഇൻറ്റു 1 എന്നുമാണ് വരിക. ഈ എസ്സും ക്യാൻസലായിട്ട് പോവും. പിന്നെ വരുന്നത് ഇ റൈസ് ടു മൈനസ് എസ് എപ്സൈലോൺ മാത്രമാണ്. സോ ലിമിറ്റ് എപ്സൈലോൺ ടെൻസ് ടു 0 ഇ റൈസ് ടു മൈനസ് എസ് എപ്സൈലോൺ എന്ന് കിട്ടും. പിന്നെ എപ്സൈലോണിന് 0 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റൈസ് ടു 0 വിച്ച് ഇസ് 1. അപ്പോൾ പിന്നെ എന്ത് കിട്ടും, ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു 1 മാത്രം വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ്. സോ യു ക്യാൻ സേ ദാറ്റ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് Dirac delta function
ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിഞ്ഞിരിക്കുക. ഇതും ചിലപ്പോൾ 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനിൽ മെയിനായിട്ട് ഈ ഒരു അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നതും, പിന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ വരുന്ന കേസുകളും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. അതായത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, ഈ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണെങ്കിൽ നമ്മൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ നമ്മളിപ്പോൾ കുറേ പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ ഇൻ കേസ് ഇങ്ങനെ ഒരു ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അതിൻ്റെ കൂടെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ടി മൈനസ് 1. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. given y of 0 equal to 0 and y dash 0 equal to 0. നമ്മൾ മുമ്പ് ചെയ്തിരുന്ന അതേപോലെ തന്നെ രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് 3 ഇൻറ്റു എൽ ഓഫ് y ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് y ഈക്വൽ ടു എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ എൽ ഓഫ് വൈ ഡബിൾ ഡാഷിൻ്റെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് 0 പ്ലസ് 3 ഇൻറ്റു പിന്നെ എൽ ഓഫ് വൈ ഡാഷിൻ്റെ ഫോമുല എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിലോ ഡെൽറ്റ ഓഫ് ടി മൈനസ് 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു ഡെൽറ്റ ഓഫ് ടി മൈനസ് എയുടേത് ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, ഡെൽറ്റ ഓഫ് ടി മൈനസ് 1 അല്ലേ. അപ്പം അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് 1s ആണ് വരിക, അതായത് ഇ റേസ് ടു മൈനസ് എസ്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതുക. ഇവിടെ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ ഉണ്ട്, അതുപോലെ 3s ഇൻറ്റു എൽ ഓഫ് വൈ, പിന്നെ 2 ഇൻറ്റു എൽ ഓഫ് വൈ. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ. പിന്നെ ബാക്കി വരുന്ന വൈ ഓഫ് 0 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി, വൈ ഡാഷ് 0യും 0 ആണ്. സോ ഈ ബാക്കി വരുന്ന ടേമുകളെല്ലാം 0 ആയിട്ട് പോകും. കാരണം നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ വൈ ഓഫ് 0യും വൈ ഡാഷ് 0യും 0 ആണ്. റൈറ്റ് സൈഡ് ഇ റേസ് ടു മൈനസ് എ എസ് തന്നെ വരും. പിന്നെ നമുക്ക് എൽ ഓഫ് വൈ മാത്രം വേണം. അതിന് വേണ്ടിയിട്ട് എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2നെ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുന്നതിന് മുമ്പ് അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട് എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്നാക്കിയതിന് ശേഷമാണ് ട്രാൻസ്പോസ് ചെയ്തത്. സോ ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് വരും. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് 1 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്നുള്ള രീതിയിലാണ് ഡിനോമിനേറ്റർ കിട്ടിയത്. അപ്പോൾ അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 എഴുതി എയുടെയും ബിയുടെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ആ വാല്യൂ എടുത്ത് എഴുതിയതാണ്. A1ഉം B മൈനസ് 1ഉം വരും. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ വൈ കാണണം. എൽ ഓഫ് വൈ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വൈ കാണാൻ എന്ത് ചെയ്താൽ മതി, എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 2. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ വന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, എങ്ങനെയാണ് എൽ ഇൻവേഴ്സ് കാണുന്നത്. ഇൻവേഴ്സ് കാണുന്നതിൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വന്നാൽ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനുള്ള ആ ഒരു സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേമിലേക്കൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എസ് എന്നുള്ള രീതിയിൽ വന്നിരുന്നപ്പോൾ എന്തായിരുന്നു, എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ടി മൈനസ് എ ആയിരുന്നു അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്, 1 ബൈ എസ് പ്ലസ് 1 അല്ല, ഇ റേസ് ടു മൈനസ് എസ് അങ്ങ് ഒഴിവാക്കിയാൽ പിന്നെ ബാക്കി വരുന്നത് 1 ബൈ എസ് പ്ലസ് 1 ആണ്. അതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ 1 ബൈ എസ് പ്ലസ് 1ന് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് 1 എന്താണ്, ഇ റേസ് ടു മൈനസ് ടി അല്ലേ. അപ്പോൾ
എ എന്ന് പറയുന്നത് ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ എസ് എന്നുള്ളിടത്ത് ഇ റേസ് ടു മൈനസ് എസ് ആണ്. അപ്പോൾ എ ഈക്വൽ ടു 1 ആണ്. പിന്നെ എഫ് ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ടി ആണ്. എഫ് ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് 1 വിച്ച് ഇസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 എന്ന് വരും അല്ലേ. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 ഇൻറ്റു യു ടി മൈനസ് 1 നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെയാണ് അടുത്തതും ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് പ്ലസ് 2 ആണ്. അപ്പോൾ അവിടെ 1 ബൈ എസ് പ്ലസ് 2 ആണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 2t എന്ന് വരും. അപ്പോൾ ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ടി മൈനസ് 1 എന്നാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് അല്ലേ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ആ യു ടി മൈനസ് 1 രണ്ടിലും കോമൺ ഉള്ളതുകൊണ്ട് അതിനെ പുറത്തെടുത്ത് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ദെൻ ബ്രാക്കറ്റിൻ്റെ പുറത്ത് യു ടി മൈനസ് 1 എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അതുപോലെ എൽ ഇൻവേഴ്സ് കാണാനുള്ള ആ ഒരു ടേബിൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനും ഏകദേശം അതേ രീതിയിൽ തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, വ്യത്യാസമൊന്നുമില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു 25t മൈനസ് 100 ഡെൽറ്റ ഓഫ് t മൈനസ് 5. And here the initial conditions are y of 0 equal to minus 2 and y dash 0 equal to 5. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ 25 ഇൻറ്റു എൽ ഓഫ് ടി മൈനസ് 100 ഇൻറ്റു എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് 5. ഓക്കെ, രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. ദെൻ ആദ്യത്തെ പാർട്ടൊക്കെ സെയിം ആണ്. എൽ ഓഫ് വൈ ഡബിൾ ഡാഷിൻ്റെ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് സ്ക്വയർ എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് 0 പ്ലസ് ദെൻ 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷിൻ്റെ ഫോമുല പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ വരിക 25 ഇൻറ്റു എൽ ഓഫ് ടി. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ബൈ എസ് സ്ക്വയർ ആണ്. അപ്പോൾ 25 ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ മൈനസ് 100 ഇൻറ്റു എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് പൈ ഇ റേസ് ടു മൈനസ് പൈ എസ് അല്ലേ. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നിടത്ത് പൈ ആണ്. സോ 100 ഇൻറ്റു ഇ റേസ് ടു മൈനസ് പൈ എസ് വരും. ഇത് നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളത് വൈ ഓഫ് 0 മൈനസ് 2ഉം വൈ ഡാഷ് 0 5ഉം ആണ്. അപ്പോൾ അതെല്ലാം ഇവിടെ വൈ ഓഫ് 0 ഇവിടെ 2ഉം വൈ ഡാഷ് 0ക്ക് 5 ഇവിടെ അതുപോലെ വൈ ഓഫ് 0ക്ക് 2 ഉണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ട്രാൻസ്പോസ് ചെയ്ത് എഴുതുക. അപ്പോൾ ആദ്യം എൽ ഓഫ് വൈ ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതി. എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ ഉണ്ട്, അതുപോലെ ഇവിടെ 2s ഇൻറ്റു എൽ ഓഫ് വൈ ഉണ്ട്, 5 ഇൻറ്റു എൽ ഓഫ് വൈ. അപ്പോൾ അത് മൂന്നും കൂടെ ഒരുമിച്ച് എഴുതി. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ. ബാക്കി വരുന്നതിനെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്തു. അതായത് ഇവിടെ ഒരു 2s ഉണ്ട്, സോറി വൈ ഓഫ് 0 2l മൈനസ് 2 ആണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പം ഇവിടെ പ്ലസ് 2s ഉണ്ട്, അതുപോലെ തന്നെ ഇതിവിടെ പ്ലസ് 2ഉം ഇവിടെ വൈ ഡാഷ് 0 5 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 5ഉം മൈനസ് 4ഉം വരുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പം അപ്പുറത്തുള്ള 25 എസ് സ്ക്വയർ മൈനസ് 100 ഇ റേസ് ടു മൈനസ് പൈ എസ് അവിടെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തുള്ള 2sഉം അതുപോലെ തന്നെ 1ഉം അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. മൈനസ് 2s പ്ലസ് 1 എന്നാവും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എൽ ഓഫ് വൈ മാത്രമാണ് ഒരു സൈഡിൽ വെക്കേണ്ടത്. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 25നെ ഇപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്ത് എഴുതി. അപ്പോൾ ആ ഡിനോമിനേറ്റർ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിലേക്ക് അത് കൊടുത്തു. 25 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 മൈനസ് 100 ഇ റേസ് ടു മൈനസ് പൈ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 മൈനസ് 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ്
2s പ്ലസ് 5 കൊടുത്തു. ഇനി നമുക്ക് ഈ s² പ്ലസ് 2s പ്ലസ് 5 എന്നുള്ളതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് അല്ലേ. നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫസ്റ്റ് വൺ നോക്കാം. ആദ്യത്തെ ടേം 25/s² ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 5 എന്നുള്ള അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഇപ്പോൾ 25 ഡിനോമിനേറ്ററിൽ ഇവിടെ വരുന്നത് s² ഉണ്ട്, പിന്നെ വരുന്നത് s² പ്ലസ് 2s പ്ലസ് 5. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് എഴുതാൻ പറ്റുക? ഒന്നുകിൽ a/s പ്ലസ് b/s² പ്ലസ് പിന്നെ വരുന്നത് s² പ്ലസ് 25 പ്ലസ് s ആണ്. അത് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അതിന് cs പ്ലസ് d ബൈ s² പ്ലസ് 2s പ്ലസ് 5. ഈ ഒരു രീതിയിലാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കേണ്ടത്. അറിയാലോ അല്ലേ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ റൂൾസൊക്കെ. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അതല്ല എങ്കിൽ s² തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് as പ്ലസ് b ബൈ s² എന്ന് ഒറ്റയടിക്ക് എഴുതാം. പിന്നെ പ്ലസ് അടുത്തത് cs പ്ലസ് d ബൈ s² പ്ലസ് 2s പ്ലസ് 25 ഇങ്ങനെയും എഴുതാം. ഈ രണ്ട് രീതിയിലും പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാം. കാരണം ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ പവർ 2 ആണ്, s² ആണ്. അപ്പോൾ മുകളിൽ ഒന്നുകിൽ അത് a/s പ്ലസ് b/s² എന്ന് എഴുതാം, അതല്ല എങ്കിൽ അതിന് as പ്ലസ് b ബൈ s² എന്ന് ഒറ്റയടിക്കും എഴുതിയിട്ടും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലായാലും നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ അതിവിടെ സ്റ്റെപ്പ് കാണിച്ചിട്ടില്ല, ജസ്റ്റ് അത് പാർഷ്യൽ ഫ്രാക്ഷനാക്കി എഴുതിയതാണത്. ഓക്കെ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് a എന്ന് പറയുന്നത് -2, b എന്ന് പറയുന്നത് 5, c എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് -2, b എന്ന് പറയുന്നത് 5, c എന്ന് പറയുന്നത് 2, d എന്ന് പറയുന്നത് -1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാനത് ഡയറക്റ്റ് അവിടെ എഴുതിയതാണ്. നിങ്ങളതൊരു സൈഡിൽ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ -2s പ്ലസ് 5/s² പ്ലസ് 2s മൈനസ് 1/s² പ്ലസ് 2s പ്ലസ് 5. അത് ആദ്യത്തെ ബ്രാക്കറ്റ് കിട്ടി. അടുത്തതെല്ലാം സെയിം തന്നെ, മാറ്റമൊന്നും വന്നിട്ടില്ല, അങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കൂ. ഇതിനെ വീണ്ടും ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാണ് -2/s. അതായത് നമ്മൾ a/s പ്ലസ് b/s² ആ ഫോമിലായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് തന്നെ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ആ ഒരു as പ്ലസ് b/s² എന്ന് ഒരുമിച്ച് എഴുതിയതാണ് ആദ്യം. ഓക്കെ, അപ്പോൾ ഇത് എഴുതി -2/s പ്ലസ് 5/s² പ്ലസ് പിന്നെ ഇതിൽ വരുന്ന ഈ ഒരു രണ്ടാമത്തെ ഭാഗം. ഇതിനെ ഇനി നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ മുമ്പ് L ഇൻവേഴ്സ് കാണുന്ന മെത്തേഡ് തുടക്കത്തിൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? അതിൻ്റെ പെർഫെക്റ്റ് സം ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സോ അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സോ ആക്കി കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ആ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ കുറച്ച് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് s² പ്ലസ് 2s പ്ലസ് 5 ആണ്. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിരുന്നത്? ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, അതിൻ്റെ ഹാഫ് 1 അല്ലേ? അപ്പോൾ s² പ്ലസ് 2s ആ 1ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 തന്നെ. ഓക്കെ, ഈ 2ൻ്റെ ഹാഫ് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 1 ആഡ് ചെയ്തു, പിന്നെ സബ്ട്രാക്റ്റും ചെയ്യണം. -1 പ്ലസ് 5 ഇങ്ങനെ വരും. അതെന്തായി? s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ -1ഉം പ്ലസ് 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 4ഉം വരും. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് s പ്ലസ് 1 ദ സ്ക്വയർ പ്ലസ് 4. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? ഡിനോമിനേറ്ററിനെ മാറ്റി എഴുതാം. പക്ഷേ ഡിനോമിനേറ്റർ മാറ്റുമ്പോൾ ന്യൂമറേറ്ററിൽ എസ് ഉണ്ടെങ്കിൽ അതും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റണം. അതായത് എസ് ഉള്ളിടത്തെല്ലാം s പ്ലസ് 1 വരുത്തണം. കാരണം നമുക്ക് ഡിനോമിനേറ്ററിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് s പ്ലസ് 1 ദ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. s പ്ലസ് 1 ദ സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? s ഉള്ളിടത്തെല്ലാം s പ്ലസ് 1 വരണം. അപ്പോൾ നമുക്കിവിടെ ന്യൂമറേറ്ററിലുള്ളത് ആക്ച്വലി 2s മൈനസ് 1 ആണ്. അപ്പോൾ 2s പോരാ, നമുക്ക് എന്ത് വേണം? s ഉള്ളിടത്തൊക്കെ s പ്ലസ് 1 ആക്കണം. അപ്പോൾ 2s പ്ലസ് 1 എന്നിട്ടു. അതായത് ഇവിടെ 2s പ്ലസ് 2, അതായത് നമ്മളൊരു 2 ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു 2 പുറത്തുള്ളതും നമ്മൾ ജസ്റ്റ് എസിൻ്റെ കൂടെ 1 ഇട്ട് കൊടുത്തിട്ടുള്ളതെങ്കിലും ബ്രാക്കറ്റിന് പുറത്ത് 2 ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ 2 ആണ് ആഡ് ചെയ്തത്.
അപ്പോൾ പിന്നെ ആ 2 അവിടെ സബ്ട്രാക്റ്റും ചെയ്യണം. അപ്പോൾ -2 കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഓൾറെഡി അവിടെ ഉള്ളൊരു -1 ഉണ്ട് അല്ലേ, 2s - 1 എന്നാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, 2 ആഡ് ചെയ്തു, 2 സബ്ട്രാക്ട് ചെയ്തു. പിന്നെ -1 ഓൾറെഡി അവിടെ ഉള്ളതാണ്. അപ്പോൾ 2 × s+1 - 3 അങ്ങനെ വരും ന്യൂമറേറ്റർ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ടേം ഇത് കിട്ടി, 2 × s+1 - 3 / s+1 the square + 4. ഇനി രണ്ടാമത്തെ ഈ ഒരു നോക്കുക, 100 × e⁻⁻s / അവിടെയും ഡിനോമിനേറ്റർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ s+1 the square + 4 എന്ന് എഴുതി. അവിടെ പിന്നെ ന്യൂമറേറ്ററിൽ എസ് ഉള്ള ടേം ഒന്നും ഇല്ലല്ലോ, e⁻⁻s ഒന്നും ചെയ്യണ്ട കേട്ടോ. അത് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസ് ആണ്. അതല്ലാതെ വേറെ എസ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, s+1 എന്ന് ആക്കിയിട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. കാരണം ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് s+1 അല്ലേ ഉള്ളത്. അപ്പോൾ അടുത്തതിൽ s+1 ആക്കണം, കാരണം അത് ആ തേർഡ് ആണ്. ഇത് നോക്കൂ, 2s/s² + 2s + 5 ആണ്. അപ്പോൾ അവിടെ ഡിനോമിനേറ്റർ നമ്മൾ നേരത്തെ പോലെ തന്നെ s+1 the square + 4 എന്ന് എഴുതി. അപ്പോൾ ന്യൂമറേറ്ററിൽ 2s ആണുള്ളത്. അപ്പോൾ അവിടെ എന്ത് വേണം, 2 ഉള്ളിടത്ത് s ഉള്ളിടത്ത് s+1 ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 × s+1 എന്ന് വന്നാൽ നമ്മൾ എന്തായി, ഒരു 2 അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ 2 സബ്ട്രാക്റ്റിംഗ് ചെയ്യണം. അപ്പോൾ -2 എന്ന് വരും. അപ്പോൾ 2 × s+1 -2 ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത ടേമിൽ ഡിനോമിനേറ്ററിൽ മാത്രമേ എസ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ മാറ്റമൊന്നുമില്ല. 1/s+1 the square + 4. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് y കാണാൻ എന്ത് ചെയ്യാം, L ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ y = ഓരോ ടേമിനായിട്ട് L ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നോക്കൂ, ആദ്യത്തത് L ഇൻവേഴ്സ് ഓഫ് -2/s. L ഇൻവേഴ്സ് ഓഫ് -2/s എത്രയാണ് വരിക, -2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ L ഇൻവേഴ്സ് ഓഫ് 1/s 1ഉം, -2 × 1 അതായത് -2 എന്ന് കിട്ടും. പിന്നെ രണ്ടാമത്തെ ടേം L ഇൻവേഴ്സ് ഓഫ് 5/s². 5 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ 1/s²ൻ്റെ L ഇൻവേഴ്സ് t ആണ്. സോ 5 × t. ഇനി 2 × മൂന്നാമത്തെ ഇത് നോക്കൂ, 2 × L ഇൻവേഴ്സ് ഓഫ് s+1/s+1 the square + 4. നമുക്കറിയാം s/s² + 4 എന്നാണെങ്കിൽ cos 2t ആണ്. പക്ഷേ ഇവിടെ s ഉള്ളിടത്ത് s+1 വന്നതുകൊണ്ട് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്ത് e⁻⁻t കൂടെ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, 2 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, പിന്നെ e⁻⁻t × cos 2t. ക്ലിയർ ആണല്ലോ അല്ലേ? അവിടെ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് s/s² + 4ന് cos 2t ആണ്. അപ്പോൾ L ഇൻവേഴ്സ്. പക്ഷേ എസ് അല്ല, ഇവിടെ എസ് ഉള്ളിടത്തൊക്കെ s+1 വരുമ്പോൾ എന്ത് വേണം, ഇവിടെ e⁻⁻t മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തതും അതുപോലെ തന്നെ -3 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ 1/s+1 the square + 4 ആണ്. അപ്പോൾ നമുക്കറിയാം 1/s² + 4 ആണെങ്കിൽ 1/2 sin 2t ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 1/2 sin 2tയുടെ കൂടെ e⁻⁻t കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പോൾ 3/2 e⁻⁻t sin 2t എന്ന് വരും. ഓക്കെ, പിന്നെ അടുത്ത ടേം -100 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ e⁻⁻s/s+1 the square + 4. അവിടെ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അല്ലേ, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറവും വേണം, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറവും വേണ്ടി വരും. കാരണം ഇവിടെ 1/s² + 4 നമുക്കറിയാം, 1/s² + 4 മാത്രം വന്നാൽ നമുക്ക് എന്ത് എഴുതാം, 1/2 sin 2t എന്ന് എഴുതാം. പക്ഷെ ഇവിടെ s ഉള്ളിടത്ത് s+1 വരുമ്പോൾ അതിൻ്റെ കൂടെ e⁻⁻t മൾട്ടിപ്ലൈ ചെയ്ത് വരും. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ e⁻⁻s കൂടെ വന്നിട്ടുണ്ട് അല്ലേ, e⁻⁻s. അങ്ങനെ വന്നാൽ നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പ്രകാരം ഇത് സ്മോൾ f(t) കണ്ടു കഴിഞ്ഞ് f(t - a) × ut - a അതായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്നത് പൈ ആണ് അല്ലേ, e⁻⁻s ആണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നിടത്തൊക്കെ t ഉള്ളിടത്ത് t - പൈയും കൂടെ കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുത്തിരിക്കുന്നതാണിത്. 100/2 × e⁻⁻t - π sin 2t - π × ut - π.
അല്ലേ, എഫ് ഓഫ് ടി മൈനസ് പൈ ഇൻറ്റു യു ടി മൈനസ് പൈ ആണ്. അപ്പോൾ ഇവിടുത്തെ സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1/2 e⁻⁻t sin 2t ആയിരുന്നു. അതിൻ്റെ ടി ഉള്ളിടത്തെല്ലാം ടി മൈനസ് പൈ ചേർത്ത് ഇങ്ങനെ കിട്ടി. ഓക്കെ, പിന്നെ വരുന്ന ടേം ഇതാണ് 2L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ്, അല്ല അതിൻ്റെ ഇടയിൽ ഒരു ടേം കൂടെ വിട്ടുപോയി, ഇത് 2L ഇൻവേഴ്സ് ഓഫ് s+1/s+1² പ്ലസ് 4. അത് നമ്മൾ മുമ്പ് ചെയ്തതാണ്. s/s² പ്ലസ് 4 cos 2t ആണ്. അപ്പോൾ ഇവിടെ s+1 ആയതുകൊണ്ട് e⁻⁻t cos 2t എന്ന് വരും. അതാണിത്. പിന്നെ ഇതിൻ്റെത് അത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ്. അതിവിടെ 1/s+1² പ്ലസ് 4 ഒക്കെ ചെയ്തതാണ്. അത് തന്നെയാണ് ഇവിടെ. അതായത് e⁻⁻t sin 2t വരും. പിന്നെ ലാസ്റ്റ് 1/s+1² പ്ലസ് 4, അതിൻ്റെ ഇൻവേഴ്സ് എന്താണ്? 1/s² പ്ലസ് 4 ഇവിടെ ചെയ്തത് തന്നെ 1/2 e⁻⁻t sin 2t. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ എഴുതി. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്യുക. കുറേ പ്ലസും മൈനസും ഒക്കെ വരുന്നുണ്ട് ആ ടേമിനകത്ത്. അപ്പോൾ നോക്കുക, ഇവിടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ ബാക്കി വരുന്നത് -2 + 5t ദെൻ -50, അതായത് ഇവിടെ 100/2 അതാണിത്, -50 e⁻⁻t - π ഇൻറ്റു sin 2 ഇൻറ്റു t - π ഇൻറ്റു ut - π. ഇത്രയും ടേമാണ് ബാക്കി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈയുടെ വാല്യൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഇനി കുറച്ച് പ്രോബ്ലംസ് ഇവിടെ ഹോംവർക്കായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനോട് കൂടി നമ്മുടെ ഈ ഒരു 4th മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം ബേസിക് ഫങ്ഷൻസ്, അതെല്ലാം നിങ്ങളോട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം, അതുപോലെ L ഇൻവേഴ്സ് കാണാൻ അതിൻ്റെ ആ ഒരു ടേബിൾ പഠിക്കുക. പിന്നെ ഇൻവേഴ്സ് കാണാൻ പല രീതിയിൽ പല മെത്തേഡിൽ ഇൻവേഴ്സ് കാണുന്നത് പഠിച്ചു. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പല മെത്തേഡുകൾ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ മൊഡ്യൂളിൽ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ആദ്യം തൊട്ട് എല്ലാം പഠിക്കുക. ആ ടേബിൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറവും സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറവും ഒക്കെ വെച്ച് പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. അതുപോലെ L ഇൻവേഴ്സ് കാണാൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ടും, അതല്ലാതെ ഇപ്പം നമ്മൾ ചെയ്ത പോലെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട്, സം ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ ആക്കിയിട്ട് ഇൻവേഴ്സ് കാണുന്നതും ആയിട്ടുള്ള പല പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കി നല്ലോണം തെറോ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ബൈ.